ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? അതിൻ്റെ ബാറ്ററിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഞാനിത് പറയാൻ കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ എത്ര പവർഫുള്ളായ എത്ര നല്ല പെർഫോമൻസ് ഉള്ള മൊബൈലാണെങ്കിലും ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററി ഡെഡായി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാനേ സാധിക്കില്ല. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തും ഓടി നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. എന്താണ് ആ ഒരു സംഭവം എന്ന് നമുക്ക് വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഇതിൻ്റെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ബാറ്ററിയുടെ സെക്ഷനിൽ തന്നെ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പവർ സേവിങ് എന്നൊരു ഓപ്ഷൻ. പവർ സേവിങ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഓണായി കിടക്കുന്നുണ്ടാകും. ടേൺ ഓഫ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഭാഗം നിങ്ങൾ ഓണിൽ തന്നെ വെക്കുക. അതുപോലെ തന്നെ ലിമിറ്റ് CPU സ്പീഡ് ടു 70% അതും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്, അതും നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഏറ്റവും താഴെയുള്ള ലിമിറ്റ് ആപ്സ് ആൻഡ് ഹോം സ്ക്രീൻ എന്ന ഭാഗം നിങ്ങൾ ഓഫിലിടുക. കാരണം അതും കൂടി ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രം നിങ്ങളെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും, മറ്റുള്ളതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങളും അതുപോലെ തന്നെ താഴെയുള്ള കാര്യങ്ങൾ ഓഫിലും ഇട്ടതിന് ശേഷം നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഓഫ് എന്ന ഭാഗത്ത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഒന്നുകൂടി ബാക്ക് വന്നിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷനല്ല, ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സേവിങ് ബാറ്ററി ലൈഫ് 14 മണിക്കൂർ ഇവിടെ നമുക്കിപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നെറ്റ്വർക്ക് യൂസേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂസേജ് തടയും ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സിങ്കിങ്, മറ്റുള്ള നമ്മളുടെ മെയിൽ ID മറ്റുള്ള ആപ്ലിക്കേഷനുമായിട്ട് സിങ്ക് ചെയ്യുന്നത് തടയും. അതുപോലെ തന്നെ ലൊക്കേഷൻ ചെക്ക് ചെയ്യുന്നത് തടയും. അതുപോലെ തന്നെ അതൊരു ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ചെക്ക് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ യു ക്യാൻ ആൾസോ സെറ്റ് അഡീഷണൽ ലിമിറ്റ്സ് ഓഫ് ടു സേവ് മോർ പവർ. അതായത് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പവർ, അതായത് നിങ്ങളുടെ ബാറ്ററി പവർ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. പവർ സേവിങ് ഓപ്ഷൻസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇതൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓൺ ചെയ്തതുകൊണ്ട് അതൊക്കെ ഹൈഡായിട്ട് കിടക്കുകയാണ്. താഴെയുള്ള ഭാഗം നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക, വീഡിയോയുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ബാറ്ററി പെർഫോമൻസ് എത്രത്തോളം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.